പടത്തിൽ നല്ല ചിരിച്ച് കളറായിട്ടിരിക്കുകയാണല്ലോ മൊഞ്ചൻ. നിങ്ങളിപ്പോൾ എവിടാ? തെരഞ്ഞെടുപ്പിൻ്റെ ഫോർമാറ്റിലേക്ക് നമ്മൾ മാറുമ്പോൾ നമ്മുടെ സഹപ്രവർത്തകർ ആഗ്രഹിക്കുന്നത് നമ്മളെല്ലാ സ്ഥലങ്ങളിലും നമ്മുടെ സാന്നിധ്യമാണ്. വെള്ളം കുടിച്ച് മുന്നേറുകയാണ്. എന്താ ചൂട്! ഈ നട്ടുച്ച വെയിലത്തൊക്കെ സ്ഥാനാർത്ഥി വോട്ട് തേടി ഇറങ്ങുമോ? തെരഞ്ഞെടുപ്പ് ചൂട് കുറയാൻ സാധ്യതയുണ്ട്. കാരണം ഇപ്പോൾ ഹോളി വീക്ക് വരികയാണ്. ഇപ്പോൾ സഹവേഴം, ദുഃഖവെള്ളി, ഈസ്റ്റർ, ആ സമയത്തൊന്നും ഔപചാരികമായ ക്യാമ്പയിൻസ് ഒന്നും ഉണ്ടാവില്ല. അതുപോലെ തന്നെ പിന്നെ കൂടുതൽ വിഷു ഉണ്ട്, അതിൻ്റെ ഇടയ്ക്ക് നോമ്പ്, അതിൻ്റെ പെരുന്നാളുണ്ട്. അപ്പോൾ ഇതെല്ലാം വരുമ്പോൾ സ്വാഭാവികമായിട്ടും സമയം ഒരു അല്പം ഒന്ന് ഡിലേഡ് ആവും. അല്ലെങ്കിലും പോസ്റ്റർ വെല്ലാൻ നിങ്ങളെ കഴിഞ്ഞിട്ട് ആളുള്ളൂ കേട്ടോ. എങ്ങനാ ഇക്കുറിയും എന്തേലും ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടോ? പരമ്പരാഗത രീതി ഞങ്ങൾ ബ്രേക്ക് ചെയ്യുകയാണ്. അത് കഴിഞ്ഞ തവണ ഒരു പോസ്റ്റർ വന്നപ്പോൾ വലിയ വിമർശനങ്ങൾ ഞങ്ങളുടെ സഹപ്രവർത്തകരിൽ നിന്ന് തന്നെ ഉണ്ടായി. പക്ഷേ പിന്നീട് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ എല്ലാ പഞ്ചായത്ത് ഇലക്ഷനും ആ പാറ്റേണാണ് ഫോളോ ചെയ്തത്. അപ്പോൾ ഇത്തവണയും പല ആളുകളും അത് ഫോളോ ചെയ്ത് പിന്നെ വരുന്നുണ്ട്. അപ്പോൾ അതിന് ഒരു പുതിയ സാധനം കൂടിയൊക്കെ വരും. തെരഞ്ഞെടുപ്പിന് ഇനിയും കുറേ നാളുകളുണ്ട്. അപ്പോൾ എങ്ങനെ ഈ ഷെഡ്യൂൾ കാര്യങ്ങളൊക്കെ? വളരെ ചിട്ടയായിട്ട് പോകുന്നുണ്ട്. ഞങ്ങളുടെ സഹപ്രവർത്തകർ വലിയ ആത്മവിശ്വാസത്തിലാണ്. ഹാർബർ വിസിറ്റുകൾ ഉണ്ടെങ്കിൽ 5 മണിക്ക് ഹാർബറിലെത്തണം. കാരണം മത്സ്യത്തൊഴിലാളികൾ 5 മണിക്ക് അവരുടെ ഹാർബറിലെ പണികൾ ആരംഭിക്കും. പ്രവർത്തകരോടെല്ലാം പറയുന്നത് 7 മണി മുതൽ 11 മണി വരെ മതി, അതിനുശേഷം നമുക്ക് ഒരു ബ്രേക്ക് എടുക്കാം, പിന്നെ വൈകിട്ട് ഇറങ്ങിയാൽ മതി എന്നൊക്കെ പറയുമെങ്കിലും നമ്മളിപ്പോൾ ഓരോ സ്ഥലത്ത് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യാത്ത ഡിലേ ഉണ്ടാവും. അത് വല്ലാത്ത ഡിലേ ആണ്. അതിപ്പോൾ 2 മണി 3 മണി വരെയൊക്കെ പോകും. അപ്പോഴേക്കും അടുത്ത പ്രോഗ്രാമിന് വേണ്ടി ഭക്ഷണം കഴിച്ച് കുളിച്ച് പോകും. അപ്പോൾ ഇതൊക്കെയാണ് ഈ ചൂട് കാലത്തെ ഹൈവേയുടെ ചൂടൻ തെരഞ്ഞെടുപ്പ് വിശേഷങ്ങൾ. ക്യാമറമാൻ മൽഘോഷ് മോഹനൊപ്പം ശ്യാമപ്രസാദ് ഉത്തമൻ, മാതൃഭൂമി ന്യൂസ്, കൊച്ചി.